നമസ്കാരം മാന്യപ്രേക്ഷ നമസ്കാരം. നോക്കൂ, നമ്മൾ ഈ അടുത്ത നാളിൽ കേട്ട വലിയ ഒരു ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു. തമിഴ്നാട്ടിലെ പല ഒരുപാട് ജില്ലകൾ അടങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ വഖഫ് ബോർഡ് പിടിച്ചെടുത്തു എന്ന് പറയുന്ന ഒരു വാർത്ത നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുപോലെ ഉത്തർപ്രദേശിന്റെയും ഗുജറാത്തിന്റെയും പല സ്ഥലങ്ങളിൽ, പല സംസ്ഥാനങ്ങളിൽ ഇതുപോലെ തന്നെ വഖഫ് ബോർഡ് ഏറ്റെടുത്തുകൊണ്ട് ബലമായി തന്നെ ഏറ്റെടുത്ത പല വാർത്തകളും, അത് ഹിന്ദു ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ആരുടെ ഭൂമി ആയാലും ഏറ്റെടുക്കാനുള്ള ഈ വഖഫ് ബോർഡിന്റെ ആ ഒരു ദുഷ്ടലാക്കോട് കൂടിയുള്ള നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ നമ്മൾക്ക് ഒന്നും ചെയ്യാനാവില്ല ഇവരിങ്ങനെ ഏറ്റെടുത്തതായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലാണ് അവർക്ക് അനുകൂലമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഇന്ന് നിലവിലുള്ള നിയമങ്ങളും ഭരണഘടന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുറച്ച് വീഡിയോയുടെ ഒരു ശകലം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തെ ഞാൻ ഫേസ്ബുക്കിൽ തിരഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ കാണുകയും അദ്ദേഹത്തിന് ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങുകയും അദ്ദേഹമായിട്ട് നല്ല സംസാരിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ആദ്യം അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അങ്ങയുടെ പേര്? സ്റ്റാലിൻ ദേവൻ. സ്റ്റാലിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു വിഷത്തിന്റെ ഉപജ്ഞാതാക്കളിൽപ്പെട്ട ഒരു ദുഷ്ടൻ എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല, അത്തരത്തിലുള്ള ഒരു വ്യക്തി. പിന്നെ ദേവൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ അച്ഛൻ കടുത്ത കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, അങ്ങനെ അച്ഛന്റെ ആ ഒരു ആശയത്തോട് ചേർന്നുള്ള പേരിടലായിരുന്നു, അങ്ങനെയാണ് എനിക്ക് സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന പേര് കിട്ടിയത് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ചിത്രം ഞാൻ ഇവിടെ കാണിച്ചു തരാം. സ്റ്റാലിൻ ദേവൻ, ഇദ്ദേഹത്തിന്റെ ചിത്രം കാണുമ്പോൾ പലർക്കും അറിയാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ ആ വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ വീഡിയോയുടെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ പ്ലേ ചെയ്യിക്കുന്നുണ്ട്. കാരണം അത് കേൾക്കേണ്ടത് തന്നെയാണ്. നാളെ എന്റേതായാലും നിങ്ങളുടേതായാലും 1 സെന്റ് ഭൂമി ആയിക്കോട്ടെ, 100 ഏക്കർ ആയിക്കോട്ടെ, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന് പിടിച്ചെടുക്കാനാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെതിരെ കേന്ദ്ര സർക്കാർ നിലപാടെടുത്തപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടെടുക്കുന്ന നടപടികളുമായിട്ടാണ് ഈ പറയുന്ന കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും മറ്റ് ഒട്ടേറെ രാജ്യവിരുദ്ധ ശക്തികളൊക്കെ നിലപാടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീ സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ആ ഒരു അറിവ് നമ്മിലേക്ക് തരുന്നത് വലിയൊരു അറിവ് തന്നെയാണ്. മാത്രമല്ല നമുക്ക് മുൻകരുതലോടുകൂടി ഇരിക്കാനുള്ള ഒരു താക്കീത് കൂടിയാണ്. അതുകൊണ്ട് സ്റ്റാലിൻ ദേവൻ അദ്ദേഹത്തിന്റെ ഓഡിയോയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ചാനലുണ്ട്, ആ ചാനലിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ആദ്യ കമന്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ചാനലിൽ കയറി അദ്ദേഹത്തിന്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാനാവും. മാത്രമല്ല അദ്ദേഹം പബ്ലിഷ് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ഓഡിയോയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്, ഒന്ന് സ്പീഡ് ആക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം ഇന്ന് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ നമ്മുടേതോ ആരുടെയും ഭൂമി ഇത്തരത്തിൽ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഭീകര സ്വത്വം, ആ ഒരു സത്വം അതല്ലെങ്കിൽ രാക്ഷസ കൈകളിലേക്ക് എപ്പോൾ വേണമെങ്കിലും പോകാമെന്നിരിക്കെ നമുക്ക് മുൻകരുതലിന് വേണ്ടിയിട്ട് സ്റ്റാലിൻ ദേവൻജി പറയുന്ന ആ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം. നമസ്കാരം, എന്റെ പേര് സ്റ്റാലിൻ ദേവൻ. ഞാനൊരു 20 വർഷം ഇന്ത്യൻ എയർഫോഴ്സിലെ സേവനം കഴിഞ്ഞിട്ട് 2006 ഗവൺമെന്റ് സെക്രട്ടേറിയറ്റില് ജോയിൻ ചെയ്തു. അവിടെ നിന്നും അണ്ടർ സെക്രട്ടറി ആയിട്ട് 2021 പെൻഷൻ ആയ ഒരു വ്യക്തിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് എന്ന് പറയുന്നത് നിയമമാണ്. നമ്മുടെ രാജ്യം ഒരു പരമാധികാര രാഷ്ട്രമാണെന്നും അതിനൊരു ഭരണഘടനയുണ്ടെന്നും അതിൽ പറയുന്ന മൗലികാവകാശങ്ങൾ നമുക്ക് ലഭിക്കും എന്നും ഒക്കെ കരുതിയാണ് നമ്മൾ ഈ കാലഘട്ടം വരെ ജീവിച്ചു വന്നത്. എന്നാൽ അടുത്ത കാലങ്ങളിലായി വളരെ അലാമിംഗ് ആയിട്ടുള്ള ന്യൂസാണ് നമ്മൾ TV-യിൽ വാർത്തകളിലൊക്കെ കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തമിഴ്നാട്ടിൽ 6 വില്ലേജുകൾ വഖഫ് ബോർഡ് ഏറ്റെടുത്തു. താജ്മഹൽ വഖഫ് ബോർഡ് ഏറ്റെടുത്തു. മധ്യപ്രദേശിലെ കുറെ കോട്ടകൾ വഖഫ് ബോർഡ് ഏറ്റെടുത്തു. ഗുജറാത്തിലെ 2 ഐലൻഡുകൾ വഖഫ് ബോർഡ് ഏറ്റെടുത്തു. നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ചേറായില് 610 കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലം വഖഫ് ബോർഡ് ഏറ്റെടുത്തു. ഇവൻ അംബാനിയുടെ വീട് ഏറ്റെടുത്തു. അങ്ങനെ വളരെ അലാമിംഗ് ആയിട്ട് ഇതെങ്ങനെ ഇത് സ്വന്തമായിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് വന്നിട്ട് ഏറ്റെടുക്കാൻ കഴിയുക എന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് എന്താണ് ഈ വഖഫ്. ഞാൻ കുട്ടിക്കാലം തൊട്ടേ ഞാൻ വഖഫ് എന്ന് കേട്ടിട്ടുണ്ട്, വഖഫ് ബോർഡ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവൻ നോൺ മുസ്ലിം ആയിട്ട് ഇന്ത്യയിലുള്ള ആർക്കും തന്നെ ഇത് അറിയില്ല. കാരണം അത് അറിയേണ്ട ആവശ്യമില്ല. എല്ലാവരും വിചാരിക്കുന്നത് ഇത് മുസ്ലിം മതത്തിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമല്ലേ, നമ്മൾ എന്തിനാ അറിയുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് എന്റെ ചില മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഈ വഖഫ് എന്നും വഖഫ് ബോർഡും ഒക്കെ അറിയാമോ? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങളത് കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് എന്തുകൊണ്ടാണ്
യൂണിലാറ്ററലായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം വഖഫ് ബോർഡ് അറ്റ് വിൽ എല്ലാ ആരുടെയും സ്വത്തുവകൾ ഇൻക്ലൂഡിംഗ് ഗവൺമെന്റിന്റെ വസ്തുവകൾ എങ്ങനെ ഏറ്റെടുക്കുന്നു, എങ്ങനെ ക്ലെയിം ഉന്നയിക്കുന്നു എന്ന് അറിയണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വഖഫ് എന്താണെന്നും വഖഫ് ആക്ട് എന്താണെന്നും എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നും അത് എങ്ങനെയൊക്കെയാണ് ഭരണഘടന ഒരു പൗരന് വാഗ്ദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതെന്നും മനസ്സിലാക്കുകയുണ്ടായി. അപ്പോ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഈ സമൂഹത്തില് ആർക്കും എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു അറ്റാക്കാണ് വഖഫ് ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഏത് സമയവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആരും സേഫ് അല്ല. അതിനാൽ തന്നെ ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം ആണെന്ന് ഞാൻ കരുതുന്നത് കൊണ്ടാണ് ഞാൻ അറിഞ്ഞതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവരെയും അറിയിക്കാം എന്ന് കരുതിയത്. ഇതില് മിക്കവാറും എല്ലാവരും വിചാരിക്കുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുസൽമാന്മാരെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ അല്ല, ഇത് നോൺ മുസ്ലിമിനെ മാത്രം ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണെന്നാണ് പല ചാനലിലും പല പ്രഗത്ഭ വ്യക്തികളും പറയുന്നത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മുസ്ലിങ്ങൾക്ക് ഇത് ബാധകമല്ല. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. വഖഫ് ബോർഡിന് മുസ്ലിമിന്റെ വസ്തു വേണമെങ്കിലും ക്ലെയിം ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ എറണാകുളം ചേറായിലെ വസ്തു അത് നേരത്തെ ഫറൂഖ് കോളേജിന്റെ വസ്തുവായിരുന്നു. അപ്പോ അത് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യും. അപ്പോൾ മുസ്ലിമാന്റെ വസ്തു വേണമെങ്കിലും വഖഫ് ബോർഡിന് ക്ലെയിം ചെയ്യാം. അപ്പൊ ക്ലെയിം ചെയ്യുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ എന്തൊരു ആക്ഷനും എവിടെ നിന്നും ഉണ്ടായാലും ആദ്യം നിങ്ങൾക്കൊരു നോട്ടീസ് തരും. ഇവ നമ്മുടെ KSEB തന്നെ പിന്നെ നമുക്ക് ബില്ല് തരും, നിങ്ങൾ എത്ര രൂപ അടയ്ക്കാനുണ്ട്, അതനുസരിച്ച് നമ്മൾ ആ പൈസ കൊണ്ട് അടയ്ക്കാം. അതുപോലെ ഇതുപോലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഉദാഹരണ വസ്തു ഏറ്റെടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അയാളെ അറിയിക്കും, ഇന്ന കാരണങ്ങളാൽ ഞങ്ങൾ നിങ്ങൾ വസ്തു ഏറ്റെടുക്കും. ഇതില് ആ ഒരു ബാധ്യത പോലും വഖഫ് ബോർഡിനില്ല. വഖഫ് ബോർഡ് മനസ്സോട് ചിന്തിച്ചാൽ മതി, അത് വഖഫ് പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ അറിയിക്കേണ്ട കാര്യമില്ല. അവരറിയിക്കുന്നത് സബ് രജിസ്ട്രാർ ഓഫീസിലും നമ്മുടെ വില്ലേജ് ഓഫീസിലും തഹസീൽദാരൊക്കെ ആയിരിക്കും. ഇതെങ്ങനെയാണ് ഇന്ന പർട്ടിക്കുലർ വസ്തു ഞങ്ങൾ വഖഫായിട്ട് പ്രഖ്യാപിച്ച് ഞങ്ങളെ രജിസ്റ്ററുകൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മ്യൂട്ടേഷൻ കാര്യങ്ങളൊന്നും ഇനി വേറെ നടത്തരുത്, ഞങ്ങളുടെ അത് വരുമ്പോൾ പറയണം. അപ്പൊ നിങ്ങൾ കരമടയ്ക്കാൻ പോകുമ്പോഴായിരിക്കും വില്ലേജ് ഓഫീസർ ഈ നിങ്ങളോട് പറയുന്ന വസ്തു നിങ്ങളല്ല, നിങ്ങൾ ചിലപ്പോൾ മിക്കവാറും ബോധം കെട്ട് വീഴും എന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോ അവർക്ക് യൂണിലാറ്ററായിട്ട് തീരുമാനിക്കാനും പറ്റും, അതിലൊരു ഡിസിഷൻ അവർക്ക് തന്നെ എടുക്കാനും പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെയൊക്കെ ചിന്തിക്കും, നമ്മൾ ഭരണഘടന ഇരിക്കുകയില്ലേ, നമുക്ക് ഓടിങ്ങ് കോടതിയിലേക്ക് കളയാം. ഇല്ല, നിങ്ങൾക്ക് ഒരു കോടതിയിലും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പോകാൻ കഴിയുന്നത് വഖഫ് ട്രിബ്യൂണലിലാണ്. അതിലൊരു മുസ്ലിം മത പണ്ഡിതൻ വരെ ഉൾപ്പെടുന്ന ഒരു വഖഫ് ട്രിബ്യൂണലിലാണ് നിങ്ങൾ പോയി വച്ചാനിച്ച് നിൽക്കേണ്ടത്. അവിടെ ആ തർക്ക വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുന്ന അവസരത്തിൽ വഖഫ് ബോർഡിന് അവരുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട് യാതൊരുവിധ രേഖകളും ഹാജരാക്കാനുള്ള ബാധ്യത ഇല്ല. നിങ്ങളുടെ ബാധ്യതയാണ് അതൊരു വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് തെളിയിക്കേണ്ടത്. അവർ പറയും, പണ്ടിത് മുഹമ്മദ് ഗോറി ഇന്ത്യ ആക്രമിച്ച ആ സമയത്ത് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് അത് വഖഫായിട്ട്. ഞങ്ങളെ തെളിവൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ അല്ല എന്ന് തെളിയിക്കാൻ പറയും. എന്തൊരു നല്ല നിയമമല്ലേ. അപ്പോ ഈ ഒരു അവസ്ഥയിൽ ആണ് നമ്മൾ എന്താണ് വഖഫ് എന്നും, എന്നെ സംബന്ധിച്ചോളം ഞാൻ 60 വയസ്സാകാൻ പോകുക, ജീവിതത്തിൽ ആദ്യമായിട്ട് വഖഫ് എന്താണെന്ന് പഠിച്ചു, എന്താണ് ഈ വഖഫ് ബോർഡ് എന്ന് പഠിച്ചു. കാരണം ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും ഇൻക്ലൂഡിങ് മുസ്ലിംസ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഈ വഖഫ് എന്താണെന്നുള്ളതും ഈ വഖഫ് ബോർഡ് എന്താണെന്നുള്ളതും അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും അതിന്റെ അധികാരങ്ങൾ എന്താണെന്നും അത് ഭരണഘടന വിരുദ്ധമാണോ എന്നും നമ്മൾ എല്ലാവരും അടിയന്തരമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ വഖഫ് എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം. അതായത് വിശ്വാസിയായ ഒരു മുസ്ലിം തന്റെ വക വസ്തുക്കളിൽ നിന്നും, അത് മൂവിളാവാം ഇമ്മൂവിളാകാം, കുറച്ച് ഭാഗം അള്ളാഹുവിന് നൽകുന്നതാണ് വഖഫ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അപ്പോ അങ്ങനെ നൽകുന്ന അവസരത്തിൽ അള്ളാഹുവിന് അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഒരു ബെനിഫിറ്റും ഇല്ല, അതിലുള്ള ആദായമെടുത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോ അതിലെ ആദായം ഏതെങ്കിലും മുസ്ലിം മതം അനുശാസിക്കുന്ന ഭക്തിപരമായതോ അല്ലെങ്കിൽ റിലീജിയസ് ആയതോ
അല്ലെങ്കിൽ സാന്ത്വനപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ, അതായത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ അങ്ങനെ മുസ്ലിം ലാ അനുശാസിക്കുന്ന വിധത്തിലുള്ള പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ആയിരിക്കണം മാറ്റിവെക്കേണ്ടത്. എന്നാലേ അതൊരു വഖഫ് ആവും. അപ്പൊ അതും അങ്ങനെയും മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കാര്യങ്ങൾ നടത്താൻ ഒരാൾ വേണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരാളെയും അദ്ദേഹം നിശ്ചയിക്കും. അതിന് പറയുന്ന പേരാണ് മുത്തവല്ലി. നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ നമുക്ക് മാനേജർ എന്ന് വിളിക്കാം. അതായത് വഖഫ് ഏകദേശം ഒരു ട്രസ്റ്റ് പോലെയാണ്. അതായത് ഒരാൾ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നു, അതിന് കോർപ്പസ് കാണും, അതിന്റെ ഫലം, അതിന്റെ ആദായം കുറച്ച് ബെനിഫിഷ്യറീസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും. അപ്പൊ അതുപോലെ വഖഫിലും 3 എലമെന്റ്സ് ഉണ്ട്. ഒന്ന് സെറ്റിലർ, ഉണ്ടാക്കുന്ന, രണ്ടാമത് അത് മാനേജ് ചെയ്യുന്ന മാനേജർ, മൂന്നാമത് അതിന്റെ ബെനിഫിഷ്യറി. അപ്പൊ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ മനസ്സിൽ ഉള്ള ആൾക്കാർ ഇതുപോലെ വഖഫുകൾ ഉണ്ടാക്കി കാണും. പണ്ട് കാലത്ത് ഈ ഡോക്യുമെന്റേഷൻ ഒന്നും ഇല്ലാത്ത അവസരത്തിൽ ചിലപ്പോൾ ഓർഡർലി ആയിരിക്കും ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇത് വന്നിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പബ്ലിക് വഖഫും ഒന്ന് പ്രൈവറ്റ് വഖഫും. അതായത് പബ്ലിക് വഖഫില് അതിന്റെ ബെനിഫിഷ്യറീസ് വന്നിട്ട് മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് ബിലോങ്ങിങ് ടു മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരിക്കും. മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മുസ്ലിം മത ആചാരപ്രകാരമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ആദായം വിനിയോഗിക്കണം എന്നായിരിക്കും അതിലുള്ള നിബന്ധന. ഇനി എന്താണ് പ്രൈവറ്റ് വഖഫ്? പ്രൈവറ്റ് വഖഫ് എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ആളിന്റെ സന്തതികളും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലേഷൻസും ആയിരിക്കും അതിന്റെ ബെനിഫിഷ്യറീസ്. അല്ലാതെ ജനറൽ മുസ്ലിമിന് അതിന്റെ യാതൊരു ബെനിഫിറ്റും ഉണ്ടാകത്തില്ല. അപ്പൊ ഇതുപോലെ ഉള്ള വഖഫ് പലരും ഉണ്ടാക്കി, അത് പലയിടത്തായിട്ട് അങ്ങനെ നിലനിൽപ്പുണ്ടാവാം. ഇനി നമ്മൾ വരേണ്ടത് എന്താണ് വഖഫ് ബോർഡ് എന്നുള്ളതാണ്. അപ്പൊ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു? ഓരോ വഖഫും അതിന്റെ ആൾക്കാർ, ഈ മാനേജർ ഉണ്ടല്ലോ മുത്തവല്ലിയുടെ ഇതില് ആ കാര്യങ്ങൾ നടത്തി പോവായിരുന്നു. ആർക്കും ഒരു ശല്യമില്ല, ഒന്നുമില്ല. അപ്പോ ആണ് 1954 ആദ്യമായിട്ടല്ല, അതിലും പഴയ വേറൊരു സിസ്റ്റം ഉണ്ടെന്നാലും ഒരു വഖഫ് ആക്ട് ആദ്യമായിട്ട് നിലവിൽ വന്നത് 1954 ആണ്. അപ്പൊ വഖഫ് ആക്ടിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർവൈസിംഗ് ബോഡിയാണ് വഖഫ് ബോർഡ്. അതായത് ഇങ്ങനെ ചിതറി പല ഭാഗത്തായിട്ട് കിടക്കുന്ന എല്ലാ വഖഫിലും ഒരു സ്റ്റേറ്റ് വൈസ് ആണ് ഉള്ള വഖഫുകളെ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് അവരെ ഏക ഡ്യൂട്ടി, ഐ റീഇറ്ററേറ്റ്, ഏക കർമ്മം അല്ലെങ്കിൽ കർത്തവ്യം എന്ന് പറയുന്നത് ഓരോ വഖഫും ആരുണ്ടാക്കി, എന്ത് പർപ്പസിന് വേണ്ടി ഉണ്ടാക്കി, അതിന്റെ മാനേജർ അല്ലെങ്കിൽ മുത്തവല്ലി ആ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തന്നെ ആണോ അതിന്റെ ആദായം ചെലവിടുന്നത് എന്ന് ബോധ്യം വരുത്തുക. ആ രീതിക്ക് വഖഫ് ബോർഡുകളെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വഖഫ് ആക്ട് 1954 കൊണ്ടുവന്നത്. അതിനുശേഷം അത് 1995 പരിഷ്കരിച്ച് കൂടുതൽ പവർ കൊടുത്തു. അതിനുശേഷം 2013 വീണ്ടും പരിഷ്കരിച്ച് അനിയന്ത്രിതമായ അധികാരങ്ങൾ അതിന് കൊടുത്തു. അപ്പോ സ്വാഭാവികമായിട്ടും ഇത് സംഭവിച്ചു. ഈ അധികാരങ്ങളൊക്കെ കൊടുത്തെങ്കിലും ഇവിടുത്തെ ജനം ഇതൊന്നും അറിഞ്ഞില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നോൺ മുസ്ലിമിന് ഇത് അറിയേണ്ട കാര്യമില്ല, ആവശ്യമില്ല. എങ്കിലും അഡ്വക്കേറ്റ്സ് അത് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം വഖഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് വന്നാൽ തന്നെ സ്വാഭാവികമായിട്ടും ആൾക്കാർ ഒരു മുസ്ലിം അഡ്വക്കേറ്റിന്റെ അടുത്തേ പോകും. കാരണം പുള്ളിക്ക് ഇതിനെ പറ്റി കൂടുതൽ അറിയാം എന്നൊരു ധാരണ കാണും. മറ്റ് മുസ്ലിങ്ങൾക്ക് എന്താ കാര്യം? ആരോ എവിടെയൊക്കെ ഈ ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ വഖഫുകൾ ഉണ്ടാക്കി വെച്ചു. നമുക്ക് അതുകൊണ്ട് എന്തൊരു പ്രയോജനം? അതുകൊണ്ട് വൈ ഷുഡ് ഐ നോ അബൌട്ട് ഇറ്റ്? ഞാനും അറിയേണ്ട കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്കും ഈ വഖഫ് ബോർഡിന്റെ നിയമം, വഖഫ് ആക്ടിനെ കുറിച്ചിട്ടും യാതൊരു ഗ്രാഹ്യവും ഇല്ല. കാരണം അവര് നമുക്ക് എന്താ കാര്യം ഇതൊക്കെ എന്നുള്ളതാണ്. ഞാൻ ഇതൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ വഖഫ് ആക്ട് 1995 ഡ്രാഫ്റ്റ് ചെയ്തത് തന്നെ വിത്ത് എ ഡ്യൂബിയസ് ഇന്റൻഷൻ ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. കാരണം വഖഫ് ആക്ടിന്റെ ഹെഡിങ് എന്താണ്? വഖഫുകളുടെ സുഗമമായ പ്രവർത്തനത്തിനും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ആണ് ഈ ആക്ട് ഉണ്ടാക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ അത് വായിക്കുന്ന ഒരാളെന്ത് ചെയ്യും? ഒരു ഹിന്ദുവാണ് വായിക്കണമെങ്കിൽ ഇത്രയുള്ള കാര്യം വഖഫിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാനാണ്. ഒക്കെ ആയിക്കോട്ടെ, ഞാൻ എന്തിനാ അതിന്റെ പിറകെ പോകുന്നത്? മാറ്റും. അതുകൊണ്ട് ആണ് ഇത്രയും ഭരണഘടനാ വിരുദ്ധമായ
ഒരു നിയമം കഴിഞ്ഞ 29 വർഷമായിട്ട് സുപ്രീം കോടതിയിൽ ആർട്ടിക്കിൾ 32 പ്രകാരം ആരും തന്നെ ചലഞ്ച് ചെയ്തില്ല എന്നതിൽ നിന്നും തന്നെ ആരും ഇതിന്റെ അകത്തുള്ള ഭയാനകമായ സെക്ഷൻസിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചില്ല. അത് പൊതുജന മധ്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചില്ല എന്നുള്ള ഒരു ഭീകര സത്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ CA ആക്ട് പാസ്സാക്കിയതിന്റെ വെരി നെക്സ്റ്റ് ഡേ തന്നെ മുസ്ലിം ലീഗ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. കൂടാതെ 300ഓളം ഹർജികൾ ഇപ്പോൾ പെൻഡിങ്ങാണ്. വേറെ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഉള്ള മറ്റ് എല്ലാ ജനവിഭാഗങ്ങളെയും അതിമാരകമായി ബാധിക്കാൻ സാധ്യതയുള്ള ഈ ഡ്രാക്കോണിയൻ നിയമം കഴിഞ്ഞ 29 വർഷമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുകയായിരുന്നു. ഇപ്പോ ഇങ്ങനെ വഖഫ് ബോർഡ് അവിടെ എവിടെയൊക്കെ സ്ഥലങ്ങൾ എടുത്തു തുടങ്ങിയപ്പോഴാണ് ആൾക്കാർ ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി. അതിപ്പോ എല്ലാവരും കുത്തിയിരുന്ന് ഇപ്പൊ ഞാൻ ഇരുന്ന് പഠിച്ചതുപോലെ ഒന്ന് പഠിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇപ്പൊ അന്തം വിട്ടിരിക്കുക. ഓക്കെ, ഇങ്ങനെയും ഒരു നിയമം എങ്ങനെ ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. കഴിഞ്ഞ പ്രാവശ്യം 2013 ഈ ആക്ട് അമെൻഡ് ചെയ്ത സമയത്ത് BJP വരെ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളത് ഒരു വളരെ വിചിത്രമായി തോന്നി. ഇപ്പൊ അവർ തന്നെയാണ് അത് അമെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാകുന്നത്, ഇത് ഞാൻ പഠിക്കാനായിട്ട് ആദ്യം വഖഫ് ആക്ടും ഇപ്പോഴത്തെ പ്രപ്പോസ്ഡ് അമെൻമെന്റും കൂടെ വച്ചിട്ട് അമെൻമെന്റ് വായിക്കും, എന്നിട്ട് ഈ ആക്ടിൽ നോക്കും, അതിൽ മാറ്റം വരുത്തി. ഇതുപോലെ എത്ര എംപിമാര് ഈ ഡിബേറ്റിലൊക്കെ പങ്കെടുക്കുന്ന എത്ര എംപിമാര് പാർലമെന്റില് ഈ നിയമം പഠിച്ചു കാണും എന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ ഇവിടെ കൂടി ഞാൻ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അടുത്തതിലേക്ക് ഇറങ്ങുമ്പോൾ ഈ വഖഫ് ആക്ടിന് അടിയിലുള്ള ഭയാനകമായ ഭരണഘടനാ ലംഘനങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ മാറ്റേണ്ട ആവശ്യകത എന്താണെന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് പോകാം. നോക്കൂ, ഇതിൽ കൃത്യമായിട്ടും അദ്ദേഹം അനാവരണം ചെയ്തത് വലിയൊരു ഭീകര സത്യം തന്നെയാണ്. അതായത് BJP അടക്കമുള്ള കഴിഞ്ഞ ടൈമിലെ നരേന്ദ്രമോദി സർക്കാരിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, കാരണം ഈ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു നമ്മൾക്ക് ആ ഒരു അംഗബലം ഉണ്ടായിരുന്നത് എന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോഴും അംഗബലത്തിന് വലിയ കുറവൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വഖഫ് ബോർഡ് ആക്ട് എടുത്തു കളയേണ്ടതിന്റെ വലിയ അത്യാവശ്യം ഒരു കാര്യമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള വാർത്തകളോ വീഡിയോകളോ കാണുമ്പോഴൊന്നും നമ്മുടെ പ്രേക്ഷകർക്കോ അതല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പ്രബുദ്ധ മലയാളിക്ക് വലിയ ഇളക്കമൊന്നും തട്ടാറില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇന്ന് താമസിക്കുന്ന വീടായിക്കോട്ടെ, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലമായിക്കോട്ടെ, നിങ്ങളുടെ എത്ര പേരിലാണെങ്കിൽ പോലും അത് വഖഫ് ബോർഡ് ആക്ടിന് കീഴിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും സ്വന്തമാക്കാം എന്നുള്ളത് ഇതിന്റെ ആ ഒരു ഹിഡൻ നിയമങ്ങളിലൂടെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത്തരത്തിലുള്ള ആ ഒരു വലിയ നിയമത്തിന്റെ ആ വലിയൊരു ഭീകരനായിട്ടുള്ള ആ ഒരു രാക്ഷസ പിടിയിൽ തന്നെയാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഈ വഖഫ് ആക്ട് എടുത്തു കളയേണ്ടതിന്റെ അത്യാവശ്യം ഇനി പറയേണ്ടതില്ലല്ലോ. എന്തായാലും ഈ വഖഫ് ആക്ട് എടുത്തു കളയാൻ വേണ്ടി കേന്ദ്ര സർക്കാർ മിനക്കെട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിന് എതിരെ നമ്മുടെ കോൺഗ്രസും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകൾ അടക്കമുള്ള രാജ്യവിരുദ്ധ രാജ്യദ്രോഹി ശക്തികൾ പൂർണ്ണമായിട്ടും വഖഫ് എടുത്തു കളയുന്നതിനെതിരെയും അത് എടുത്തു കളയാൻ വേണ്ടി കേന്ദ്ര സർക്കാരും ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് രക്ഷ ആകെ കേന്ദ്ര സർക്കാരേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അത് പ്രതീക്ഷിച്ചിരിക്കുകയല്ലാതെ വേറെ നിർവാഹമില്ല. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് രാത്രി 8 മുതൽ 9 വരെ നമ്മൾ ഈ പറയുന്ന സ്റ്റാലിൻ ദേവൻജി അടക്കമുള്ള പ്രമുഖ വ്യക്തികൾ, ജാമിദ ടീച്ചർ അടക്കമുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഇതിന്റെ അപകടകരമായിട്ടുള്ള പോക്ക് എവിടേക്കായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഒരു ചർച്ച വെച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ആളുകൾ ഇന്ന് വൈകിട്ട് 8 മണിക്ക് ആ ചർച്ച കാണാൻ ശ്രമിക്കുക, വിവരങ്ങൾ മാക്സിമം പാസ് ചെയ്യുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.